ഈ വസീലത്ത് ശിർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ പറഞ്ഞു വലിയ അപരാധം എന്നാണ്. യഥാർത്ഥത്തിൽ കായക്കൊടി ഏത് പ്രബന്ധത്തിൽ അതുണ്ട്. ചില പണ്ഡിതന്മാർ എന്തെങ്കിലും ഫത്തുകളിലും ജിന്നോട് സാധനത്തെക്കുറിച്ച് വസായിൽ ശിർക്ക് തറായി ശിർക്ക് എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നത് കാണാൻ കഴിയും. KJയിൽ അവതരിപ്പിച്ച നമ്മൾ അന്ന് കോഴിക്കോട് പരിപാടിയിൽ ചോദിച്ചിരുന്നു. ആ ചോദ്യം ഇതുവരെ അവർക്ക് തൊടാൻ കഴിഞ്ഞിട്ടില്ല. ഏതാണെന്ന് വെച്ചാൽ ഈ പണ്ഡിതന്മാർ ആരാണ്? അഥവാ ജിന്നിനോടുള്ള സഹായതേട്ടത്തിൽ വസീലത്ത് ശിർക്ക് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് അത് ആയിക്കോട്ടെ പറയും. അപ്പം നമ്മൾ ചോദിക്കുന്നു ആരാണ് ഇത്? ഈ ചോദ്യത്തിലേക്ക് വരാതെ അതിനപ്പുറത്തു കൂടെ പോയിട്ട് അത് പിന്നെ KJ തോറൽ അങ്ങനെ ഉണ്ടായി, അതുപോലെ തന്നെ ഇതിൽ ശിർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശിർക്ക് എന്ന് പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കുന്നു, ശിർക്ക് ഇതിലുണ്ട്. പക്ഷെ നമ്മൾ ചോദിക്കണമെന്നല്ല, വസീലത്ത് ശിർക്ക് ബിസ്തക്കാരുണ്ടാക്കിയതാണ് എങ്കിൽ ഈ പണ്ഡിതന്മാർ ആര്? ആ ചോദ്യം പ്രസക്തമാണ്. രണ്ടാമത് നമ്മൾ കോഴിക്കോട് ചോദിച്ച ചോദ്യമുണ്ട്. ജമഇയ്യത്ത് ഹിയാത്ത് റാസിയുടെ പ്രബന്ധത്തെ പിന്നെ ഫത്വയിൽ ഹമൂദ് നജ്ദി ചങ്ങരംകുളം സമ്മേളനത്തിൽ വന്നതാണ്. ഹമൂദ് നജ്ദി എഴുതിയ പിന്നെ ഈ കാര്യത്തിൽ എന്താ പറഞ്ഞത്, ഇസ്തിആനത്തും ഇത് കേരളത്തിലെ വിഷയവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് വന്ന പ്രബന്ധത്തിൽ വറാജിഹു വല്ലാഹു അലം അന്നൽ ഇസ്തിആനത ബിൽ ജിന്നി അൻവാഉൻ മിൻഹാ മാ ഹുവ ശിർക്കുൻ വമിൻഹാ മാ ഹുവ വസിലത്തുൻ ശിർക്കി വയഹറുമു ജമീഉഹാ മിൻ ബാബി സദ്ദി ദരീഇ ശിർക്ക് ഫൽ ഉലമാഉ മുത്തഫിഖൂൻ അലാ ഹാദൽ ഖൗൽ റാജിഹ് വലാ ഖിലാഫ ബിഹി ഫീഹി ബൈന അഹ്ലിൽ ഇൽമി. ഈ അഥവാ വിസ്തം എന്ന് പറയുന്ന നിലപാടിൽ പണ്ഡിതന്മാർക്ക് ഇജ്മാ ഉണ്ട്, വ്യത്യാസമല്ല. നമ്മൾ ചോദിച്ചു, ഇത് പറഞ്ഞ് ജമിയത്ത് ഹിയാത്ത് റാസിമി ശിർക്കാണോ പ്രചരിപ്പിച്ചത്? ഇപ്പോൾ ഈ ഗായക്കൊടി തന്നെ ഈ അടുത്തൊക്കെ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിന് മറുപടി പറയണം. ഇത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്താൽ മതി. അപ്പം ഇത് വിശദീകരിക്കാതെ യഥാർത്ഥത്തിൽ ഇങ്ങനെ പിന്നെ കോട്ടിമാട്ടി നടന്നുകൊണ്ടിരിക്കും.